Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കേരള PSC അക്കൗണ്ടന്റ് ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363-364-2025 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. സോ നമ്മളതിൻ്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് ആണ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൊഡ്യൂൾ വൈസ് അനാലിസിസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി 100 ഡേയ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഓരോ മൊഡ്യൂളിലും ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് മെയിനായിട്ട്, പിന്നെ ഓരോ ഏരിയയിൽ നിന്നും എത്രത്തോളം ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, ഏത് രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് ഓരോ മൊഡ്യൂളിനും നമ്മൾ കൊടുക്കേണ്ടത്, ഇതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ 4ാമത്തെ മൊഡ്യൂളായിട്ടുള്ള മാനേജ്മെൻ്റ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ് ഇതൊക്കെ ഉണ്ടായിരിക്കും. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നമ്മൾ ഇന്നലെ മുതൽ ഈ ഒരു പോസ്റ്റിൻ്റെ ക്ലാസ്സസ് ആരംഭിച്ച് കഴിഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പോൾ 4ാമത്തെ മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ +1 മുതൽ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് മാനേജ്മെൻറ്റ്. ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ചോദ്യങ്ങൾ വരുന്ന മൊഡ്യൂളാണ് മാനേജ്മെൻറ്റ്. ഡിഗ്രിക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ തന്നെ വളരെ കംഫർട്ടബിൾ ആണ്. മാനേജ്മെൻറ്റ് ബേസിക്സ്, നേച്ചർ ആൻഡ് ഇവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ്, സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്, ഏകദേശം ഒരു 4 ചോദ്യങ്ങൾ വരെ വരുന്നത് ഈ ഏരിയയിൽ നിന്നാണ്. ബാലൻസ് 6 ചോദ്യങ്ങൾ മാത്രമാണ് ബാക്കിയുള്ള ഏരിയയിൽ നിന്ന് വരുന്നത്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളതാണ് ആദ്യത്തെ ഏരിയ. പിന്നെ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് വരുന്നു. ലീഡർഷിപ്പ്, മോട്ടിവേഷൻ ഉണ്ട്, TQM, കമ്മ്യൂണിക്കേഷനിൽ നിന്നും ചോദ്യങ്ങൾ വരും. ഓക്കെ, അപ്പോൾ ഇതിനൊന്ന് സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു, ലീഡർഷിപ്പിൽ നിന്ന് ഒരു ചോദ്യമാണ് എല്ലാ പ്രാവശ്യവും കണ്ടുവരാറ്. അലൈസിയസ് പെയർ അല്ലെങ്കിൽ ലീഡർഷിപ്പ് സ്റ്റൈൽസിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരെണ്ണം. അപ്പോൾ ലീഡർഷിപ്പ് ഒരെണ്ണം. അതുപോലെ തന്നെ മോട്ടിവേഷനിൽ നിന്ന് ഒരു ചോദ്യം എപ്പോഴും കാണാറുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, കമ്മ്യൂണിക്കേഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം എപ്പോഴും വരാറുള്ളതാണ്. അപ്പോൾ ഒരെണ്ണം ഞാൻ അതിനും വെക്കുകയാണ്, TQM കമ്മ്യൂണിക്കേഷൻ. പിന്നെ ഫങ്ഷൻസിൽ പ്ലാനിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം റിപ്പീറ്റാണ് ഒരെണ്ണം. കൺട്രോളിങ് വരാറുണ്ട്, റിപ്പീറ്റ്. സ്റ്റാഫിങ് കാണാറുള്ളതാണ്, റിപ്പീറ്റ്. അപ്പോൾ 1, 2, 3, 4, 5, 6 ചോദ്യങ്ങൾ മിക്കതും ഇങ്ങനെയാണ് കണ്ടുവരാറ്. സ്റ്റാഫിങ് ഉണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്, എന്നാലും കൂടുതൽ ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ റിപ്പീറ്റായിട്ട് കാണാറുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ബേസിക്സിലോട്ട് കിടക്കുകയാണെങ്കിൽ അവിടെ നമുക്കറിയാം ഫയോള് അതുപോലെ തന്നെ ടൈലർ, ഈ 2 പേരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്സ് നമുക്ക് തരുന്ന ആൾക്കാർ. ഫയോളിനെ പറ്റിയുള്ള കാര്യങ്ങൾ, ടൈലറെ പറ്റിയുള്ള കാര്യങ്ങൾ, സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് കോൺട്രിബ്യൂഷൻസ്, അതുപോലെ തന്നെ ആ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, അത് പഠിച്ചാൽ തന്നെ അതിൽ നിന്ന് ഒരു ചോദ്യം, ചിലപ്പോൾ 2 ചോദ്യങ്ങൾ വരെ വരും. പിന്നെ ടൈലറിൻ്റെ കോൺട്രിബ്യൂഷനിൽ നിന്ന് 2 വരെ വരാറുണ്ട്, ചിലപ്പോൾ 1. പിന്നെ മാത്രമാണ് ബാക്കിയുള്ള സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ടിലത്തെ ബാക്കിയുള്ള ആൾക്കാരുടെ കോൺട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ വരാറ്. പിന്നെ മാനേജ്മെൻറ്റ് എന്താണ്, അതിൻ്റെ ബേസിക്സും കാര്യങ്ങളും നോക്കണം, അതിൽ നിന്ന് 1 ചിലപ്പോൾ. ഈ അതിൻ്റെ നേച്ചുറലിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ചോദ്യമോ, ലെവൽസ് പഠിക്കുന്നുണ്ട്, അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ചോദ്യം, അതാണ് ഇവിടെ നിന്ന് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു, ടൈലറും ഈ പറയുന്ന ഫയോളും, ഈ 2 പേരുടെ കോൺട്രിബ്യൂഷനിൽ നിന്നാണ് മിക്കത് 2 മുതൽ 3 വരെ ചോദ്യങ്ങൾ പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ 10 ചോദ്യങ്ങളുടെ അലോക്കേഷൻ നമ്മൾ കണ്ടുവരുന്നത് ഈ രീതിയിലാണ്. കൺസെപ്ച്വലൈസ് ചെയ്ത് പഠിക്കണം. കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ കിട്ടാറുള്ളൂ. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ലീഡർഷിപ്പ് തിയറീസ് എല്ലാതും പ്രോപ്പറായിട്ട് അറിയുന്നൊരു കുട്ടിക്ക് മാത്രമേ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. മോട്ടിവേഷൻ്റെ കേസ് ആണെങ്കിലും അങ്ങനെയാണ്. കമ്മ്യൂണിക്കേഷൻ, 3 മിക്കതും ആ രീതിയിലുള്ള ചോദ്യങ്ങളാണ് കണ്ടുവരാറ്. ഇപ്പോൾ പ്ലാനിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ പലതരത്തിലുള്ള പ്ലാനുകളുണ്ട്. പ്ലാനിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള നേച്ചറുണ്ട്, അപ്പോൾ അതിനെപ്പറ്റിയിട്ട് അറിയണം. കൺട്രോളിങ്ങും പ്ലാനിങ്ങും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വെച്ചുള്ള ഒരു ചോദ്യം വരാറുണ്ട്. ശരിക്കും ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ളത് ഈ 2 പേരുടെ കോൺട്രിബ്യൂഷൻസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്.
അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ 10 മാർക്ക് 10 ചോദ്യങ്ങളിൽ 7 എണ്ണം വരെ നമുക്ക് കിട്ടണം. 3 എണ്ണം പലപ്പോഴും ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങൾ എപ്പോഴും വരുന്നതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്താൽ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പഠിക്കുമ്പോൾ എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കാണാനുള്ളത്. അപ്പോൾ ഇതിൽ നിർബന്ധമായും നിങ്ങൾ നേച്ചർ ലെവൽസ് ഇതൊക്കെ ആദ്യം പഠിക്കുക. നേച്ചർ ലെവൽസ് അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ മാനേജ്മെന്റിനെ റിലേറ്റ് ചെയ്തുള്ള പഠിക്കുക. പിന്നെ മെയിനായിട്ട് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, ഫയോളിന്റെ കോൺട്രിബ്യൂഷൻ തറവായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് FW ടൈലറിനെ പറ്റിയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. ഇവരെ രണ്ടുപേരെ പഠിച്ചാൽ തന്നെ ഞാൻ പറഞ്ഞു 2-3 മാർക്ക് കിട്ടും. നേച്ചർ ബേസിക്സ് നോക്കിയാൽ തന്നെ അതിൽ നിന്ന് വരണം. ഇപ്പോൾ ഒരു 3-4 മാർക്ക് അങ്ങനെ തന്നെ കിട്ടും. ഓക്കെ. പിന്നെ നിങ്ങൾ ലീഡർഷിപ്പ്, മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ ഇത് 3 നോക്കണം. TQM-നെ പറ്റിയുള്ള കൺസെപ്റ്റ് നോക്കണം. ഒരു 3 മാർക്ക് 4 മാർക്ക് അങ്ങനെ കിട്ടും. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഞാൻ ഈ പറഞ്ഞ ഏരിയാസ് നോക്കുക. അതിനുശേഷം ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, TQM അതുപോലെ തന്നെ മോട്ടിവേഷൻ ഇത് കമ്പൽസറി ആണ്. ഈ തിയറീസ് അതിൻ്റെ കൺസെപ്റ്റുകൾ അതിൽ നിന്ന് എന്തായാലും ചോദ്യം ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ അത് നന്നായിട്ട് പഠിക്കുക ഈ ബേസിക്സ് നോക്കിയതിന് ശേഷം. പിന്നെ മാത്രം പ്ലാനിങ്ങിലോട്ട് പോവുക, കൺട്രോളിങ്ങിൻ്റെ കാര്യങ്ങൾ നോക്കുക, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, ഓർഗനൈസിങ് ആ ഫങ്ഷൻസിലോട്ട് കടന്നാൽ മതി. അപ്പോൾ പഠിക്കുമ്പോൾ ആദ്യം പറഞ്ഞ ബേസിക്സിലോട്ട് കിടക്കുക, പിന്നെ ലീഡർഷിപ്പ്, മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ, TQM അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് കിടക്കുക. ബാലൻസ് അതിന് ശേഷം പഠിച്ചാൽ മതി. ഓക്കെ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. വലിച്ചു വാരി പഠിക്കാതിരിക്കുക, എല്ലാത്തിനും സിംപ്ലിഫൈ ചെയ്യുക. കൺസെപ്ച്വൽ ക്ലാരിറ്റി കൂടുതൽ കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള MCQ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ പറഞ്ഞു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അതും വല്ലാണ്ട് കോംപ്ലക്സിലോട്ട് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ ഇതാണ് മാനേജ്മെൻറ്റിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇതിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യാൻ സാധിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ഡിഗ്രി പഠിച്ച ബുക്ക് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ബട്ട് സ്റ്റഡി മെറ്റീരിയൽസ് അതുപോലെ തന്നെ ക്വാളിറ്റി കുറഞ്ഞ പബ്ലിക്കേഷൻസിൻ്റെ ബുക്സ് അതൊന്നും ഞാൻ സജസ്റ്റ് ചെയ്യില്ലേ. ഇപ്പോൾ നിങ്ങളിപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നതെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്ക് എല്ലാവരുടെ കയ്യിലുണ്ടായിരിക്കും. അത് വെച്ച് പഠിക്കാൻ കുഴപ്പമൊന്നുമില്ല. എന്നാലും നല്ല ടെക്സ്റ്റ് ബുക്ക് കയ്യിലുണ്ടെങ്കിൽ, റെഫറൻസ് ബുക്കുകളുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ സ്ഥാപനമൊക്കെ റെഫർ ചെയ്തിട്ടുള്ള നല്ല നോട്ട്സാണ് സാധാരണ കൊടുക്കാറ്. അപ്പോൾ പിന്നെ അത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഓക്കെ. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. സോ നാളെ നെക്സ്റ്റ് 5th മൊഡ്യൂള് മാനേജറിയൽ എക്കണോമിക്സ് ആണ്. അതും +1 മുതൽ പഠിച്ചിട്ടുള്ള മറ്റൊരു സബ്ജക്റ്റാണ്. അതിൻ്റെ മൊഡ്യൂൾ അനാലിസിസുമായിട്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.